ചിരകാല സ്വപ്നം സാഫല്യത്തിലേക്ക്. കുട്ടനാട് കേബിൾ വിഷന് പുതിയ ആസ്ഥാന മന്ദിരം ഒരുങ്ങുന്നു. ശിലാസ്ഥാപനം വ്യാഴാഴ്ച നടന്നു. കുട്ടനാട്ടിലെ മങ്കൊമ്പ് തെക്കേക്കരയിൽ കുട്ടനാട് കേബിൾ വിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി വാങ്ങിയ സ്ഥലത്ത് വ്യാഴാഴ്ച രാവിലെ 10:30-നും 11:00-നും മധ്യേയായിരുന്നു പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം. KCV ഓഹരി ഉടമകളായ KV സേവ്യർ, ജോമോൻ ആന്റണി, MO ലതീഷ് കുമാർ, N സതീഷ് കുമാർ എന്നിവർ ചേർന്ന് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. തുടർന്ന് MO ലതീഷ് കുമാർ ആശംസാ പ്രസംഗം നടത്തി. വരും നാളുകളിൽ ഈ കെട്ടിടം കുട്ടനാട് കേബിൾ വിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ആസ്ഥാനമായി പ്രവർത്തിക്കുവാനും അതിലൊക്കെ ഉപരി നമ്മുടെ ഇപ്പം നിലവിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളെല്ലാം കൂടെ ഒരു കീഴിൽ അണിനിർത്തുവാനും ഈ പ്രക്രിയയിലൂടെ നമുക്ക് സാധിച്ചു എന്നുള്ളത് തന്നെ ചാരിതാർത്ഥ്യം തോന്നുന്ന ഒരു അവസരമാണിത്. 20 വർഷങ്ങൾക്ക് മുമ്പാണ് കുട്ടനാട് കേബിൾ വിഷൻ മങ്കൊമ്പ് ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിക്കുന്നത്. 2019 മെയ് 20-ന് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി രജിസ്റ്റർ ചെയ്ത സ്ഥാപനത്തിന് നിലവിൽ 51 ഓഹരി ഉടമകളും 30ഓളം ഫ്രാഞ്ചൈസികളുമുണ്ട്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ കേബിൾ TV, ഇന്റർനെറ്റ് സേവനങ്ങളും KCV ന്യൂസ് വഴി പ്രാദേശിക വാർത്തകളും എത്തിക്കുന്ന സ്ഥാപനമായി ഇന്ന് കുട്ടനാട് കേബിൾ വിഷൻ വളർന്നു കഴിഞ്ഞു. മങ്കൊമ്പ് തെക്കേക്കര ജംഗ്ഷനിൽ ഇപ്പോൾ ഓഫീസ് പ്രവർത്തിക്കുന്ന വാടക കെട്ടിടത്തിന് സമീപത്തായാണ് സ്ഥലം വാങ്ങി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ശിലാസ്ഥാപന ചടങ്ങിൽ ഓഹരി ഉടമകൾ, കുടുംബാംഗങ്ങൾ, KCV സ്റ്റാഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ശിലാസ്ഥാപനത്തോടനുബന്ധിച്ച് KCV മാനേജ്മെന്റും സ്റ്റാഫും ചേർന്ന് ഓണാഘോഷവും സംഘടിപ്പിച്ചു. സ്റ്റാഫ് അംഗങ്ങൾ അത്തപ്പൂക്കളം ഇടുകയും കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു. ഓണസദ്യയോടെയാണ് ആഘോഷ പരിപാടികൾ സമാപിച്ചത്. കർഷകരടക്കം സാധാരണ ജനതയ്ക്ക് കണ്ണീരോണം സമ്മാനിക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ. സർക്കാരിന്റെ കർഷക വിരുദ്ധ സമീപനം മൂലം കുട്ടനാട് കർഷക സമരങ്ങളുടെ വിളനിലമായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി കർഷക പെൻഷൻ പോലും നിഷേധിക്കുകയാണ് ഇടത് സർക്കാരെന്ന് KP ശ്രീകുമാർ പറഞ്ഞു. എന്നാൽ തങ്ങളുടെ സഹയാത്രികരായ കോർപ്പറേഷൻ ചെയർമാൻമാർക്കും ബോർഡ് പ്രസിഡന്റുമാർക്കും ശമ്പളവും പെൻഷനും മുൻകാല പ്രാബല്യത്തോടെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഈ നടപടി തികച്ചും മനുഷ്യത്വരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. കർഷക കോൺഗ്രസ് കുട്ടനാട് നിയോജക മണ്ഡലം കമ്മിറ്റി മങ്കൊമ്പ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസ് പടിക്കൽ നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് KP ശ്രീകുമാർ. ഒരു സർക്കാരിന്റെ കർഷക വിരുദ്ധതയുടെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ 8 മാസക്കാലമായി ഈ നാട്ടിലെ പാവപ്പെട്ട കർഷകന് ലഭ്യമാകേണ്ട അവൻ്റെ അവകാശമായ കർഷക പെൻഷൻ നിഷേധിച്ചിരിക്കുകയാണ്. ഓണനാളുകളിലേക്ക് എത്തപ്പെട്ടിട്ട് പോലും ഒരു മാസത്തെ പെൻഷൻ പോലും, കുടിശ്ശികയുള്ള 8 മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ പോലും വിതരണം ചെയ്യുവാനുള്ള യാതൊരു നടപടികളും ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ സാധാരണക്കാരോടും കർഷകരോടുമുള്ള ഒരു ഗവൺമെന്റ് സമീപനത്തിന്റെ ഏറ്റവും വലിയ സൂചികയായി നമുക്കിതിനെ കാണുവാൻ കഴിയും. വാസ്തവത്തിൽ കർഷകരടക്കം കേരളത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഈ നാടിനും പൊതുസമൂഹത്തിനും കണ്ണീരോണം സമ്മാനിക്കുവാനാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ശ്രമിക്കുന്നതും നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നതും. മുടങ്ങിക്കിടക്കുന്ന കർഷക പെൻഷൻ ഓണത്തിനു മുമ്പ് വിതരണം ചെയ്യുക, കൃഷിഭവനുകളിൽ കെട്ടിക്കിടക്കുന്ന പെൻഷൻ അപേക്ഷയിന്മേൽ അടിയന്തരമായി തീർപ്പ് കൽപ്പിക്കുക,
നെല്ലുവില നൽകുന്നതിന് ബാങ്ക് ലോൺ ഒഴിവാക്കി റിവോൾവിംഗ് ഫണ്ട് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരപരിപാടി സംഘടിപ്പിച്ചത്. കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജി സൂരജ് പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് മാത്യു ചെറുപറമ്പൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അലക്സ് മാത്യു, ചിറപ്പുറത്ത് മുരളി, സിബി ജോസഫ് മൂലംകുന്നം, DCC ഭാരവാഹികളായ സജി ജോസഫ്, കെ ഗോപകുമാർ, പ്രമോദ് ചന്ദ്രൻ, UDF ചെയർമാൻ ജോസഫ് ചേക്കോടൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോർജ് മാത്യു പഞ്ഞിമരം, ലാലിച്ചൻ പള്ളിവാതുക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. പത്തനംതിട്ട നെടുമ്പ്രത്തിലെ 27 കുടുംബങ്ങൾ ഇനി മുതൽ ആലപ്പുഴ തലവടി ഗ്രാമപഞ്ചായത്ത് നിവാസികൾ. 30 വർഷത്തിലധികമായി ഒരു ജനത കാത്തിരുന്ന നിമിഷത്തിനാണ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട പ്രമാടം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. തലവടി പഞ്ചായത്ത് 2-ാം വാർഡിൽ കാരിക്കുഴി പ്രദേശത്തെ 27 കുടുംബങ്ങളാണ് വില്ലേജ് രേഖകൾ പ്രകാരം ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽപ്പെട്ട തലവടിയിലും പഞ്ചായത്ത് രേഖകൾ പ്രകാരം പത്തനംതിട്ട ജില്ലയിലെ നെടുമ്പ്രം ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിലും തെറ്റായി ഉൾപ്പെട്ട് കിടന്നത്. താമസക്കാർ തലവടി വില്ലേജ് അതിർത്തിയിൽപ്പെട്ടവരും മണിമലയാറിന്റെ മറുകരയിലുമായതിനാൽ നെടുമ്പ്രം പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ലഭ്യമായിരുന്നില്ല. വെള്ളപ്പൊക്കം മൂലമുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എത്തിക്കുന്നതിലും കാലതാമസം നേരിട്ടിരുന്നു. ദുരന്തങ്ങളിൽ വില്ലേജ് കണക്കെടുപ്പ് നടത്തിയാലും പഞ്ചായത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾക്ക് അടുത്ത ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കയറി ഇറങ്ങണം. നെടുമ്പ്രം ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന 7ഓളം സ്ത്രീ തൊഴിലാളികൾക്കും പഞ്ചായത്ത് മാറ്റം ഏറെ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. തൊഴിലാളികളായ പൊന്നമ്മ കോശി, വത്സമ്മ കൃഷ്ണൻ, ശാന്ത ഭാസ്കരൻ, രാധാമണി സദാനന്ദൻ, പെണ്ണമ്മ ഗംഗാധരൻ, മോളിക്കുട്ടി കുര്യൻ, ഏലിയാമ സാബു എന്നിവർ തലവടി പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കാൻ അവസരം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടു. നെടുമ്പ്രം തലവടി പഞ്ചായത്തുകൾ വളരെക്കാലമായി ഇതേ ആവശ്യം ഉന്നയിച്ചെങ്കിലും നടപടി ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പത്തനംതിട്ട ജില്ലാതല തദ്ദേശ അദാലത്തിലാണ് ഒരു ജനതയുടെ ജീവിതം മാറ്റിയ തീരുമാനമുണ്ടായത്. ഇത് സംബന്ധിച്ച ഉത്തരവ് മന്ത്രി നെടുമ്പ്രം സ്വദേശികൾക്ക് കൈമാറി. തങ്ങൾ ഇതുവരെ നേരിട്ട പ്രശ്നങ്ങൾക്കെല്ലാം അദാലത്തിലൂടെ പരിഹാരമാകുന്നതിന്റെ ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ. ഇവിടെ തലവടി വില്ലേജിലാണ് കരം അടയ്ക്കുന്നത്, നെടുമ്പുറം പഞ്ചായത്തിലാണ് പെരക്കരം അടയ്ക്കുന്നത്. ഇങ്ങനെ രണ്ടിടത്തും കൂടെ അടയ്ക്കുന്നു. പിന്നെ രണ്ടിടത്തും നേരത്തെ വോട്ടുണ്ടായിരുന്നു, 2 വോട്ടുണ്ടായിരുന്നു. തലവടി പഞ്ചായത്തിൽ വോട്ടുണ്ടായിരുന്നു, നെടുമ്പുറത്തും ഉണ്ടായിരുന്നു. വളരെ സന്തോഷം. ഏതെങ്കിലും ഒരിടത്തായാലും, ഇപ്പൊ അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും എല്ലാം ഒരിടത്തായതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് എന്തെങ്കിലും ചെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് ഇതിങ്ങനെ ഒരിടത്താക്കി തന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്. ഇതാക്കി തന്ന എല്ലാവരോടുമുള്ള സ്നേഹം നന്ദിയുണ്ട്, എപ്പോഴും കാണും. കാരണം ഇത്രയും നാൾ ഞങ്ങളെ ഒറ്റ തിരിഞ്ഞിങ്ങനെ നിൽക്കുകയായിരുന്നു. ഞങ്ങളെ എവിടെയെങ്കിലും ഒരിടത്താക്കിയതിൽ ഞങ്ങൾക്ക് നന്ദിയുണ്ട്. എല്ലാവരും ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്, ഇവിടെ ജനിച്ചു വളർന്നവരാണ് എല്ലാവരും. പിന്നെ 1-2 കുടുംബക്കാരേ ഉള്ളൂ ഇവിടുന്ന് വിട്ടുപോയത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇവിടെ ഇല്ലാതെ കിടന്നുകൊണ്ട് അവരെല്ലാം വിട്ടിട്ട് പോയതാണ്. നിയമപരമായിട്ട് ഒരു കാര്യങ്ങൾ സാധിക്കാതെ വന്നപ്പോൾ അവരെല്ലാം ഇവിടുന്ന് വിട്ടുപോകേണ്ടി വന്നു. പക്ഷെ ഞങ്ങൾ എന്നിട്ട് ഇവിടെ നിന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്ന് കാണാൻ പറ്റി. പത്തനംതിട്ട ജില്ലയിലെ നെടുമ്പ്രം പഞ്ചായത്ത് 13-ാം വാർഡിലെ വസ്തുനികുതി നിർണയ രജിസ്റ്ററിൽ നിന്ന് ഒഴിവാക്കി കുട്ടനാട് തലവടി പഞ്ചായത്തിലെ രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സങ്കീർണമായ നടപടിക്കാണ് മന്ത്രി തീർപ്പ് കൽപ്പിച്ചത്. ഇതോടെ പൊതുജനങ്ങളുടെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയായിരുന്നു. സന്തോഷസൂചകമായി നെടുമ്പ്രം സ്വദേശികൾ അദാലത്തിൽ വെച്ച് മന്ത്രി MB രാജേഷിനെ പൊന്നാടയണിയിച്ച ശേഷമാണ് മടങ്ങിയത്. കേരള കോൺഗ്രസ് ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അംഗത്വ വിതരണ സമ്മേളനം സംഘടിപ്പിച്ചു. ജനാധിപത്യ കേരള കോൺഗ്രസ് വിട്ട നേതാവ് കുര്യൻ തൂമ്പുങ്കൽ ആദ്യ അംഗത്വം ഏറ്റുവാങ്ങി.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് കോൺഗ്രസ് ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലം ക്യാമ്പ് സംഘടിപ്പിച്ചു. ഈസ്റ്റ് വെസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ മിഷൻ 2025 എന്ന പേരിലായിരുന്നു ക്യാമ്പ്. AICC വർക്കിംഗ് കമ്മിറ്റി അംഗം കൊടിക്കുന്നിൽ സുരേഷ് MP ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, പ്രീപോൾ സർവേ വന്നിരിക്കുന്നു, 2-3 ചാനലുകളുടെ പ്രീപോൾ സർവേയിൽ വന്നിരിക്കുന്നു, 2-3 ഏജൻസി നടത്തിയ പ്രീപോൾ സർവേയിൽ ഹരിയാനയിൽ കോൺഗ്രസ് വൻപിച്ച ഭൂരിപക്ഷത്തിൽ അധികാരം പിടിച്ചെടുക്കുന്നു. യോഗത്തിൽ കോൺഗ്രസ് വെസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു കോയിപ്പുറം അധ്യക്ഷനായിരുന്നു. ഈസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് KA ജോസഫ്, കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം മുൻ മന്ത്രി KC ജോസഫ്, രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴയ്ക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. സമാപന സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി MJ ജോബ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ജോസി സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, KPCC എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജോഷി ഫിലിപ്പ്, ടോമി കല്ലാനി, KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് PS രഘുറാം തുടങ്ങിയവർ സംസാരിച്ചു. മെഡിക്കൽ കോളേജിന്റെ വികസന പ്രവർത്തനങ്ങളുടെ 2ാം ഘട്ടം വേഗത്തിലാക്കുവാൻ KU ജനീഷ് കുമാർ MLA നിർദ്ദേശം നൽകി. ആശുപത്രി വികസന സൊസൈറ്റി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. കിഫ്ബിയിൽ നിന്നും 352 കോടി രൂപ അനുവദിച്ചാണ് കോന്നി മെഡിക്കൽ കോളേജിന്റെ വികസനം നടപ്പിലാക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ വർഷത്തോടെ പൂർത്തിയാക്കണമെന്ന് MLA നിർദ്ദേശം നൽകി. ആശുപത്രിയുടെ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും എല്ലാം പുരോഗതി വിലയിരുത്തി കിഫ്ബിയിൽ നിന്നും അനുവദിച്ച 352 കോടി രൂപയിൽ വിവിധങ്ങളായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് മെഡിക്കൽ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ മോർച്ചറിയുടെയും 200 അഡീഷണൽ കിടക്കകൾ ക്രമീകരിച്ചിട്ടുള്ള ആശുപത്രി ബ്ലോക്കിൻ്റെയും എല്ലാം നിർമ്മാണം അടുത്ത മാസം കൊണ്ട് പൂർത്തീകരിക്കും. അക്കാഡമിക് ബ്ലോക്കിൽ കൂടുതലായി ഏർപ്പെടുത്തിയിട്ടുള്ള പുതിയ ബിൽഡിംഗ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ജീവനക്കാർ താമസിക്കുന്ന കെട്ടിടം, പ്രിൻസിപ്പൽ താമസിക്കുന്ന കെട്ടിടം തുടങ്ങിയവയുടെ എല്ലാം പ്രവർത്തനങ്ങൾ വളരെ വേഗം തന്നെ പുരോഗമിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾ അടുത്തൊരു 3 മാസം കൊണ്ട് പൂർത്തീകരിക്കത്തക്ക നിലയിൽ ഷെഡ്യൂൾ തയ്യാറാക്കിയിട്ടുണ്ട്. സൃഷ്ടിച്ച തസ്തികകളിൽ ഉടൻ നിയമനം പൂർത്തിയാക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറെ ചുമതലപ്പെടുത്തി. സ്പെഷ്യൽ മെഡിക്കൽ കോളേജായി മണ്ഡലകാലത്ത് കോന്നി മെഡിക്കൽ കോളേജിനെ ക്രമീകരിക്കും. കൂടുതൽ ഡോക്ടർമാരെയും നഴ്സുമാരെയും ജീവനക്കാരെയും നിയമിക്കാനും തീരുമാനിച്ചു. ജില്ലാ കളക്ടർ S പ്രേംകൃഷ്ണൻ, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ തോമസ് മാത്യു, മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സെസി ജോബ്, ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രതിനിധി PJ അജയകുമാർ, MPയുടെ പ്രതിനിധി S സന്തോഷ് കുമാർ, ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, നിർമ്മാണ കമ്പനി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കോൺഗ്രസ് വെളിനാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പന്തം കൊളുത്തി പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് G സൂരജ് പ്രതിഷേധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരന് ഇവിടെ ജീവിക്കുവാൻ മാർഗമില്ലാതെ കഷ്ടപ്പെടുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷവും പിണറായിയുടെ പോലീസ് സേനയുടെ ADGP അടക്കമുള്ള ആളുകളുമായി ചേർന്നുകൊണ്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും RSSും തമ്മിലുണ്ടാക്കിയ ഡീലിങ്സ് ഇവിടെ പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിൽ ഇത്തരത്തിലുള്ള ഭരണം നടക്കുമ്പോൾ സാധാരണക്കാരന് ജീവിക്കുവാൻ പറ്റാത്ത സാഹചര്യം, പ്രതിഷേധിക്കുവാനും പ്രതികരിക്കുവാനും തയ്യാറാകുന്ന ആളുകളെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചൊതുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഭരണം മുൻകാലങ്ങളിലൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിൽ വലിയ അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം കടന്നു പോകുന്നത്. മുഖ്യമന്ത്രി രാജിവെക്കുക, തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക, ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക, വിലക്കയറ്റം നിയന്ത്രിക്കുവാൻ സർക്കാർ അടിയന്തരമായി പൊതുവിപണിയിൽ ഇടപെടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ പന്തം കൊളുത്തി പ്രകടനം നടത്തിയത്. ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സന്തോഷ് തോമസ് അധ്യക്ഷത വഹിച്ചു. ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മധു ജനാർദ്ദനൻ, NC ബാബു, TD അലക്സാണ്ടർ, TT തോമസ്, അലക്സാണ്ടർ വാഴയിൽ, സിന്ധു സൂരജ്, മായാദേവി തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ ജില്ലയിലെ അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിതർക്ക് തൊഴിൽ ലഭ്യമാക്കാനുള്ള വിപുലമായ പദ്ധതിയുമായി ജില്ലാ പഞ്ചായത്ത്. വിജ്ഞാന ആലപ്പുഴ എന്ന പദ്ധതിയിലൂടെ 10,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് ജില്ലാ പഞ്ചായത്ത് ഒരുങ്ങുന്നത്. സംസ്ഥാന സർക്കാരിന്റെ KDIS, കേരള നോളജ് ഇക്കോണമി മിഷൻ എന്നിവയുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുക. ജില്ലാ പഞ്ചായത്ത് 2022-2023 പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ ഡിവിഷനുകളിൽ സംഘടിപ്പിച്ച തൊഴിൽ മേളകളിൽ 3500 തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള 250 പെയ്ഡ് പാലിയേറ്റീവ് വോളണ്ടിയർമാരിൽ 55 പേർക്ക് ഇതിനോടകം ജോലി ലഭിച്ചതായും വിജ്ഞാന ആലപ്പുഴ പദ്ധതി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് മിനി ഹാളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് KG രാജേശ്വരി പറഞ്ഞു.
ഉദ്യോഗാർത്ഥിയെ കണ്ടെത്തുകയാണെങ്കിൽ ആ ഉദ്യോഗാർത്ഥിക്ക് അഡീഷണൽ ആയിട്ടൊരു സ്കിൽ കൊടുക്കണമെങ്കിൽ ആ സ്കില്ല് നമുക്ക് ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി പണം ഉപയോഗിച്ചുകൊണ്ട് കൊടുക്കാം. അതിന് നമ്മുടെ അസാപ്പുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. ആ അസാപ്പിലൂടെ ലിങ്ക് ചെയ്ത് ഒരു ഉദ്യോഗാർത്ഥിക്ക് ആവശ്യമായിട്ടുള്ള അഡീഷണൽ സ്കില്ല് കൂടി കൊടുത്തുകൊണ്ട് ഈ പദ്ധതി പൂർത്തീകരിക്കാമെന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ജില്ലയിലെ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളും കുടുംബശ്രീ മിഷനും വിജ്ഞാന ആലപ്പുഴ പദ്ധതിയിൽ അണിചേരും. തൊഴിൽ തേടുന്നവരെയും തൊഴിൽ ദാതാക്കളെയും ഒരു തട്ടകത്തിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യം. ജില്ലയിൽ ഡിജിറ്റൽ വർക്ക്ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ 1,03,442 തൊഴിൽ അന്വേഷകരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇവരെ തൊഴിലിന് പ്രാപ്തരാക്കി തൊഴിലവസരങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതാണ് പദ്ധതി. ഇതിന്റെ ഭാഗമായി വിവരശേഖരണം ഈ മാസം അവസാനത്തോടെ ആരംഭിക്കുമെന്നും KG രാജേശ്വരി വ്യക്തമാക്കി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, അംഗം R റിയാസ്, സെക്രട്ടറി KR ദേവദാസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചേന്നങ്കിരി സെന്റ് പോൾസ് മാർത്തോമ പള്ളിയിൽ പുതുതായി നിർമ്മിച്ച പാഴ്സനേജിന്റെ കൂദാശ കർമ്മം കഴിഞ്ഞ ദിവസം നടന്നു. മാർത്തോമ മെത്രാപ്പോലീത്ത ഡോക്ടർ തിയോഡോഷ്യസിന്റെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങുകൾ. ജീവിപ്പിക്കുന്നതുമായ ശ്രീപാഠ അടയാളത്താൽ മുദ്രയിടപ്പെടുന്നതിനാൽ ഏകദേശം 7-8 മാസങ്ങൾ കൊണ്ട് മനോഹരമായിട്ടുള്ള ഈ പാസ്തനെ പണിത് പൂർത്തീകരിക്കാൻ കൊണ്ടിടയായിട്ടുള്ളതിൽ നമുക്കെല്ലാവർക്കും ഏറെ സന്തോഷമുണ്ട്. അതിന് ചുക്കാൻ പിടിച്ചതായുള്ള ബെൻസിരിച്ചതിൽ ഈ അവസരത്തിൽ എല്ലാവരുടെയും പേരിൽ ഞാൻ അഭിനന്ദിക്കട്ടെ. കൂദാശ കർമ്മത്തോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിൽ തോമസ് കെ തോമസ് MLA മുഖ്യപ്രഭാഷണം നടത്തി. വികാരി റവറൻ ബെറ്റ്സൺ തോമസ്, വൈദിക വൈസ് പ്രസിഡന്റ് റവറൻ സണ്ണി തോമസ്, സെക്രട്ടറി എബ്രഹാം ഫിലിപ്പ്, നിരണം മാരാമൺ ഭദ്രാസന സെക്രട്ടറി റവറൻ മാത്യൂസ് A. മാത്യു, മുൻ വികാരി റവറൻ മാത്യൂസ് ചാണ്ടി, നെടുമുടി മേരി ക്യൂൻസ് കത്തോലിക്ക ഇടവക വികാരി ഫാദർ എമാനുവൽ ജോജി, വാർഡ് മെമ്പർ PK വിനോദ്, പാഴ്സനേജ് ബിൽഡിംഗ് കമ്മിറ്റി അംഗം ഷിബു ചാണ്ടി എന്നിവർ സംസാരിച്ചു. തലവടി ഗ്രാമപഞ്ചായത്തും ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി 60 വയസ്സിന് മുകളിലുള്ളവർക്കായി മെഡിക്കൽ ക്യാമ്പ് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി B. നായർ വയോജന മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആളുകൾ കൂടുതൽ ആശ്രയിച്ചിരുന്ന ഒരു ചികിത്സാ രീതിയാണ് ആയുർവേദം. പക്ഷെ നമുക്കറിയാം, ആളുകൾക്ക് ഇപ്പൊ എല്ലാത്തിന്റെയും ഉടനടി ഫലം കിട്ടത്തക്കവണ്ണമുള്ള ചികിത്സയാണ് അവർ കൂടുതൽ ആശ്രയിക്കുന്നത്. ഇപ്പൊ ഉടൻ തന്നെ ഫലം കിട്ടുക എന്നുള്ളത് ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമല്ലതാണ്. അതുകൊണ്ട് തന്നെ അതിലേക്കുള്ള ആളുകളുടെ ഒരു ആശ്രയിക്കുന്ന രീതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്കറിയാം, ചികിത്സയിൽ പാർശ്വഫലങ്ങളൊന്നുമില്ലാത്ത ഒരു ചികിത്സാ സമ്പ്രദായമാണ് ആയുർവേദം. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുജിമോൾ സന്തോഷ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ജോജി എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൊച്ചുമോൾ ഉത്തമൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോജി വൈലപ്പള്ളി, കലാമധു, സെക്രട്ടറി GV വിനോദ് കുമാർ, ആയുർവേദ മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ KR റബിത്, ഡോക്ടർ ടെസ്ന ജോസഫ് എന്നിവർ സംസാരിച്ചു. ഓണത്തോടനുബന്ധിച്ച് മുട്ടാർ പഞ്ചായത്ത് കുടുംബശ്രീ CDS ആരംഭിച്ച ഓണ വിപണന മേളയ്ക്ക് മുട്ടാറിലും മിത്രക്കരിയിലും തുടക്കമായി. മുട്ടാറിൽ വെളിനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK വേണുഗോപാൽ ഓണം വിപണന മേള ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും നമുക്കറിയാം, നമ്മുടെ നാട് കാണം വിറ്റും ഓണം ആഘോഷിക്കണം എന്ന ആ ആപ്തവാക്യം അത് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കുവാൻ ഞാനും നിങ്ങളുമെല്ലാം എന്തെല്ലാം വിഷമവൃത്തങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടപ്പോഴും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മുടെ ഓണം എല്ലാ അർത്ഥത്തിലും സാഹോദര്യവും അതുപോലെ സമ്പൽ സമൃദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ സന്ദേശവാഹകരായി നാം മാറുകയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും നമുക്ക് വിജയകരമാക്കി മാറ്റുവാനും എല്ലാ നിലയിലും എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടു കൂടി ഈ വിപണന മേള ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. CDS ചെയർപേഴ്സൺ ജയ സത്യൻ ചടങ്ങിൽ അധ്യക്ഷയായി. മേളയിലെ ഉൽപ്പന്നങ്ങളുടെ ആദ്യ വിൽപ്പന ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഭാമാദേവി നിർവഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ KM ആന്റണി, എബ്രഹാം ചാക്കോ, ലതീഷ് കുമാർ, റനീഷ് ബാബു, മെമ്പർ സെക്രട്ടറി A. നൌഫൽ, വൈസ് ചെയർപേഴ്സൺ രാജിനി ബിനു, ജീതു C. തോമസ് എന്നിവർ സംസാരിച്ചു. മിത്രക്കരിയിൽ മുട്ടാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബോബൻ ജോസ് ഓണം വിപണന മേള ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ഗ്രൂപ്പുകളും സംരംഭകരും സംഘകൃഷി ഗ്രൂപ്പുകളും തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങളാണ്
11 മുതൽ 13 വരെ സംഘടിപ്പിച്ചിട്ടുള്ള മേളകളിൽ വിറ്റഴിക്കുന്നത്. തിരുവോണ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടിയും സൗരഭ്യം പകർന്നും കാവാലം കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ 5 ഏക്കർ ബന്ദിപ്പൂ കൃഷിയിൽ വിരിഞ്ഞത് 100 മേനി വിളവാണ്. കാവാലം കൃഷിഭവന്റെ നേതൃത്വത്തിൽ 2 കൃഷിക്കൂട്ടങ്ങളും ജോബി ആന്റണി എന്ന യുവ കർഷകനുമായിരുന്നു ഓണവിപണി ലക്ഷ്യമാക്കി ബന്ദിപ്പൂ കൃഷി നടത്തിയത്. കുട്ടനാടിന്റെ പ്രത്യേക പരിസ്ഥിതിയിലും പൂകൃഷിയിൽ മികച്ച വിളവാണ് ഇവർക്ക് നേടാനായതെന്ന് കൃഷി ഓഫീസർ KS അശ്വിനി KCV ന്യൂസിനോട് പറഞ്ഞു. ഈ വർഷം നല്ല രീതിയിൽ തന്നെ പുഷ്പകൃഷി ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഗ്രൂപ്പുകളായിട്ടും ചെയ്തിട്ടുണ്ട്, വ്യക്തിപരമായിട്ടുള്ള രീതിയിലും നല്ല രീതിയിൽ പൂകൃഷി ചെയ്തിട്ടുണ്ട്. അതിൽ കാവാലത്ത് തന്നെ യുവ കർഷകനായിട്ടുള്ള ജോബിയാണ് ഏറ്റവും നല്ല രീതിയിൽ പുഷ്പകൃഷി ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പുരയിടത്തിനോട് ചേർന്നിട്ടുള്ള വസ്തുവിൽ തന്നെ നല്ല രീതിയിൽ പുഷ്പകൃഷി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഈ കാലാവസ്ഥയിൽ നല്ല രീതിയിൽ പൂക്കൃഷി ചെയ്യാൻ സാധിക്കുമെന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം കാവാലം കൃഷിഭവൻ മുഖേനയായിരുന്നു കർഷകർക്കായി ചെടിയുടെ തൈകൾ വിതരണം ചെയ്തത്. കുട്ടനാടിന്റെ മണ്ണിൽ പൂക്കൾ വിരിയിക്കാനുള്ള ഇവരുടെ പരിശ്രമങ്ങൾ പൂർണ്ണ വിജയമായി എന്നതിന്റെ തെളിവുകളാണ് ഓറഞ്ച്, മഞ്ഞ നിറങ്ങളിലായി ഇവിടെ വിരിഞ്ഞു നിൽക്കുന്നത്. 100 ഗ്രാം വരെ തൂക്കമുള്ള പൂക്കൾ ഇവിടെ നിന്നും പൊട്ടിക്കാൻ പറ്റി എന്നതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ജോബി ആന്റണിയുടെ പൂപ്പാടത്തായിരുന്നു കഴിഞ്ഞ ദിവസം പൂക്കളുടെ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം. കാവാലം പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സത്യദാസ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കർഷക പ്രതിനിധി KP ഷാജി, കൃഷി ഓഫീസർ KS അശ്വിനി, കൃഷി അസിസ്റ്റന്റ് KG സരിതാഭായി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി കേന്ദ്രമാക്കി പൂക്കളുടെ വിപണി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ജോബിയും കൃഷിക്കൂട്ടങ്ങളും. മികച്ച വിളവ് നേടാൻ കഴിഞ്ഞതിനാൽ സ്ഥിരമായി പൂക്കൃഷി ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ജോബി ഉൾപ്പെടെയുള്ള കർഷകർ. നീലംപേരൂർ പള്ളി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം പടയണിക്ക് നാളുകൾ അടുക്കുകയായി. പടയണിക്ക് അലങ്കാരമൊരുക്കുവാൻ ഇത്തവണ ക്ഷേത്രകുളത്തിൽ നിന്ന് തന്നെ താമരയിലകൾ പൊട്ടിച്ചെടുക്കും. സെപ്റ്റംബർ 16 മുതൽ ഒക്ടോബർ 1 വരെയാണ് നീലംപേരൂരിൽ പടയണിക്കാലം. 16 രാത്രി 10 പടയണിക്ക് ആരംഭം കുറിച്ച് ചൂട്ടുവയ്പ്. ഒക്ടോബർ 1 വലിയ അന്നത്തിൻ്റെ എഴുന്നള്ളത്തോടെ പൂരം പടയണി. കാർഷിക സംസ്കാരവുമായി ഇഴചേർന്ന നീലംപേരൂർ പടയണിക്ക് അന്നങ്ങളെ അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ഇനമാണ് താമരയില. ഒരു പടയണിക്കാലത്ത് 3000 മുതൽ 4000 വരെ താമരയിലകൾ വേണ്ടിവരും. ആദ്യകാലങ്ങളിൽ കുട്ടനാട്ടിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് താമരയിലകൾ ശേഖരിച്ചിരുന്നത്. പിന്നീട് ഇത് കിട്ടാതെയായി. കഴിഞ്ഞ വർഷങ്ങളിൽ കരുനാഗപ്പള്ളി, കുമരകം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് താമരയിലകൾ എത്തിച്ചത്. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രക്കുളം നവീകരിച്ച് ഈ വർഷം താമരമുട്ടുകൾ പാവുകയായിരുന്നു. നീലംപേരൂർ നമ്മുടെ പടയണിയായിട്ട് ബന്ധപ്പെട്ട് അടുത്ത കാലത്ത് തയ്യാറാക്കിയൊരു താമരക്കുളമാണിത്. നമുക്ക് നീലംപേരൂർ പടയണിക്ക് ഏതാണ്ട് 3000-4000 താമര ഇലകൾ വേണം. ഇത് 2003 നമ്മളിവിടെ ഒരു താമരക്കുളം ഉണ്ടായിരുന്നു. പക്ഷെ അത് കുറേ കാലങ്ങൾ കൊണ്ട് നശിച്ചു പോയി. അതിനുശേഷം ഒരു 10 വർഷത്തോളം നമ്മൾ പുറത്തു നിന്നാണ് താമരയുടെ ഇലയ്ക്ക് വേണ്ടി ഓടി നടക്കുക എന്നുള്ളത് പടയണിയുടെ ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നിരുന്നു. പല സ്ഥലത്തും നമ്മൾ കരുനാഗപ്പള്ളിയിൽ, കുമരകത്തൊക്കെ പോയാണ് താമരയുടെ ഇലകൾ ശേഖരിച്ച് വന്നിരുന്നത്. അതൊഴിവാക്കാൻ വേണ്ടി ക്ഷേത്ര ഭരണസമിതി, ക്ഷേത്ര പൊതുയോഗം ഈ കടന്നിരുന്ന താമരക്കുളം നവീകരിച്ച് വീണ്ടും ഉപയുക്തമാക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം നമ്മൾ ഇതിൽ താമര കൊണ്ടിടുകയും, അപ്പോൾ ഈ താമരയ്ക്ക് ഇടുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് താമരയുടെ ഈ വിത്തുകൾ ആമയൊക്കെ കടിച്ചു തിന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് തടയാൻ വേണ്ടി അതിന് വല കെട്ടി വളരെ വലിയ പ്രയത്നമായിരുന്നു. അങ്ങനെ പ്രയത്നിച്ച് ഇത്രയും കുളം മുഴുവൻ നിറയുന്ന തരത്തിലേക്ക് താമരയുടെ ഇലകൾ നിറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്തവണത്തെ പടയണിക്ക് നമുക്ക് പുറത്തെങ്ങും പോകാതെ തന്നെ താമര ഇലകൾ കിട്ടും എന്നുള്ളതാണ് ഈ കുളം കൊണ്ടുള്ള ഇത്തവണത്തെ നമ്മുടെ പ്രയോജനം. ഈ വർഷം ക്ഷേത്രക്കുളത്തിലെ താമര ഇലകളാകും പടയണിക്ക് അലങ്കാരത്തിനായി ഉപയോഗിക്കുക. ഇക്കുറി അരയന്നങ്ങൾ പറന്നിറങ്ങുമ്പോൾ അവയുടെ അലങ്കാര ചാർത്തിൽ സ്വന്തം ക്ഷേത്രക്കുളത്തിലെ താമര ഇലകൾ നിറയുന്നത് ഭക്തിയോടൊപ്പം സ്വാഭിമാനവും പകരും. ചങ്ങനാശ്ശേരി വാഴപ്പള്ളി തിരുവങ്കിടപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീകോവിൽ സോപാനം പിത്തളയിൽ പൊതിഞ്ഞ് സമർപ്പണം ചെയ്തു. സെപ്റ്റംബർ 10 ചൊവ്വാഴ്ച രാവിലെ 8:30-നും 10-നും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിലായിരുന്നു സമർപ്പണം.
ചെന്നൈ ശ്രീ ഗുരുപാദുകം ട്രസ്റ്റിന്റെ നേതൃത്വത്തിലായിരുന്നു ശ്രീകോവിൽ സോപാനങ്ങളുടെ പിത്തള പൊതിയിൽ നിർമ്മാണ ചെലവ് ഏറ്റെടുത്തത്. ക്ഷേത്രം തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ പറമ്പൂരില്ലത്ത് നീലകണ്ഠൻ നാരായണ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലും മേൽശാന്തി തമ്മണ്ണാട്ട് ഇല്ലത്ത് ബ്രഹ്മശ്രീ കേശവൻ നമ്പൂതിരി, കണ്ണമ്പേരൂർ ഇല്ലത്ത് ബ്രഹ്മശ്രീ കൃഷ്ണൻ നമ്പൂതിരി എന്നിവരുടെ സഹകാർമ്മികത്വത്തിലുമായിരുന്നു ചടങ്ങുകൾ. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6705 രൂപ, പവന് 53,640 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.